ഡോക്ടർ എൻ ജയരാജ്, ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സർ, മണിമല വില്ലേജിലുള്ള റവന്യൂ ഭൂമി ഭിന്നശേഷി ഗ്രാമത്തിന് വേണ്ടി വിട്ടു നൽകണമെന്നുള്ള ആവശ്യത്തിന് 1.5 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. ഈ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഇത്തരമൊരു പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ് വിഭാവനം ചെയ്തു തന്നെ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ റീഹാബിലിറ്റേഷനും അതുമായി ബന്ധപ്പെട്ട് അവിടെ രക്ഷിതാക്കൾക്ക് താമസിക്കാനും കൈത്തൊഴിലുകൾ പരിശീലിപ്പിക്കാനും അതോടൊപ്പം തന്നെ അങ്ങനെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമുള്ള അങ്ങനെ അവരുടെ ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള സർക്കാർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ആദരണീയായ മിനിസ്റ്ററുടെ ഒരു പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ സ്ഥലം ഇതുവരെ ഡിമാർക്ക് ചെയ്തു, അതിന് ശേഷം അവിടുത്തെ മരങ്ങളുടെ വില തീരുമാനിച്ചു. പക്ഷേ ഭൂമി കൈയിട്ട് നൽകുന്ന ഒരു പ്രോജക്റ്റ് ഇതുവരെ ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ആവശ്യതേ ഉള്ളൂ. ഇനി അതിൽ കാലതാമസം വരുന്നെങ്കിൽ ഉപയോഗാനുമതി നൽകിക്കൊണ്ടെങ്കിൽ ഈ പദ്ധതി 2 വർഷമായി നമ്മളിപ്പോൾ അതിൻ്റെ പിന്നാലെയാണ്. അത് ഞങ്ങളുടെ അനുവാദം നൽകുക എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ അനുകൂലമായൊരു നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പ്രതികരിക്കുന്നത്. സർ, വിശദമായിട്ടുള്ള റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കുന്നുണ്ട്. മരങ്ങളുടെ വില നിർണ്ണയിക്കുന്നതിന് വനം വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തിയിട്ടുള്ളതും ഭിന്നശേഷിക്കാർക്ക് പുനരധിവാസ ഗ്രാമം ആരംഭിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പിന് കൈമാറുന്നതിനായിട്ടുള്ള സ്ഥലത്തെ മരങ്ങളുടെ വാല്യുവേഷൻ നടത്തിയ റിപ്പോർട്ട് 13/10/2025 തഹസിൽദാർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. മൂല്യനിർണ്ണയം റിപ്പോർട്ട് പരിശോധിച്ച് ഭൂമി കൈമാറ്റ പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനുള്ള നടപടി കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ സ്വീകരിച്ചു വരികയാണ്. പ്രപ്പോസൽ സമയബന്ധിതമായി സമർപ്പിക്കുന്നതിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതും പ്രപ്പോസൽ സർക്കാരിൽ ലഭിച്ചാൽ ഉടൻ ഇക്കാര്യത്തിൽ കാലതാമസം കൂടാതെ ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.